ഇത് കണ്ടോ, ഈ പുളി കണ്ടോ നിങ്ങൾ? ഇതിനെന്തെല്ലാം പേരുണ്ടല്ലേ. വേറൊന്നുമല്ല, നാട്ടിൽ അതായത് ചേർത്തലയിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് റൂബിപ്പുളി എന്ന്. അതുപോലെ തന്നെ ഞാൻ പഠിക്കാനായിട്ട് മുണ്ടക്കയത്ത് വന്നപ്പോൾ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഓലോലിക്ക. വീണ്ടും ഞങ്ങൾ കട്ടപ്പനയിൽ സെറ്റിലായപ്പോൾ അവിടെ പറയുന്നത് ചീമനെല്ലിക്ക. എന്തെല്ലാം പേരല്ലേ ഓരോ സ്ഥാനത്തിന്. ഓരോ സ്ഥലത്തിനനുസരിച്ച് പേര് മാറിക്കൊണ്ടേയിരിക്കും. ആൾക്കാരിടുന്നതാണ് ഓരോ സ്ഥാപനത്തിൻ്റെ പേര് അല്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോ പിടിക്കാൻ കാര്യം വേറൊന്നുമല്ല, ഇതേലുണ്ടാകുന്നില്ലായിരുന്നു. എന്ത് ചെയ്താൽ വിത്തലുണ്ടാകുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പം നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ, മൊത്തം ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, മുഴുവൻ കമ്പ് നിറച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായി കിടപ്പുണ്ട്. വേറെ ഒന്നുമല്ല, യൂട്യൂബിൽ കണ്ടിട്ട് ഒരു ചേട്ടൻ ഇങ്ങനെ ഒരു മാവിനോട് പറയുന്നുണ്ട് ഞാൻ വെട്ടിക്കളയെന്ന് പറഞ്ഞപ്പോൾ പിറ്റേ പ്രാവശ്യം ആ മാവ് പൂത്ത് കേട്ടോ. അത് കണ്ടിട്ട് ഞാനും പറഞ്ഞു, ഞാനും അതിനെ നോക്കി പറഞ്ഞു കേട്ടോ വെട്ടിക്കളയുന്നു. അതുകൊണ്ട് എന്നാ വേണ്ടു, ഈ പ്രാവശ്യം മൊത്തം അങ്ങ് പൂത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തോ കറക്റ്റ് കാര്യമാണെന്ന് തോന്നുന്നു. ജീവനുണ്ടല്ലോ എല്ലാ സാധനത്തിനും. അപ്പോൾ അവർക്കതറിയാൻ തോന്നുന്നു. അതുകൊണ്ട് ഈ പുളിയും നിറച്ച് കമ്പ് നിറച്ചെന്ന് പറഞ്ഞുകൊണ്ട് പൂത്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷോട്ട് ഇടുന്നത്. അപ്പോൾ ബൈ.